ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മച്ചിക്കുട്ടിയുടെ പുതിയ വീട്ടിലോട്ട് എല്ലാ കുട്ടികാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഉമ്മ മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞാനിവിടെയുള്ള കുറച്ച് ചെടികൾ കൂടെ കാണിച്ചു തരാം കേട്ടോ. ഈ ചെടി ഏതാണെന്നൊന്നും അറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വലിയ പൂക്കളായിട്ട് റോസ് കളറിലുള്ള നല്ലൊരു പൂവാണ് കേട്ടോ. ഇത് ഏതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഉണ്ടായതാണ്. ഇത് കറുത്ത കളറിലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള പൂവാണ്. അതേപോലെ കാശിത്തുമ്പുണ്ട്, 10 മണി ചെടിയുണ്ട്, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. പക്ഷെ ചെടികൾ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചൊന്നുമില്ല, ഒരുപാടുണ്ടാവും. പക്ഷെ പിന്നെ നമ്മളിങ്ങനെ കേട് വന്ന് പോകുമ്പോൾ പിന്നെ നമ്മളത് വിടും, പിന്നെ വേറെ ചെടികൾ കൊണ്ടുവരും. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് ചെടികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്, കോഴിപ്പൂവോ ചെടി, അങ്ങനെ എന്തോ ചെടിയാണെന്ന് പറഞ്ഞത്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. അതിൽ മിക്കതും വിത്തായിട്ടുണ്ട് തോന്നുന്നു. പിന്നുള്ളത് കറിവേപ്പിൻ്റെ ഉണ്ടോ. മഴക്കാലം വന്നതുകൊണ്ട് തന്നെ മഴ പെയ്താലേ കറിവേപ്പിൻ്റെ മുകളിൽ പുഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പോയി കിട്ടും. നന്നായിട്ട് തളിർത്ത് കിട്ടും കേട്ടോ. അവിടെ ഒരുപാടുണ്ട്, താഴത്തും ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒന്നുണ്ടാവാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഉണ്ടായി കഴിഞ്ഞപ്പോഴോ ഇതാണ് അവസ്ഥ. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ, കാരണം നമുക്ക് ഒരുപാട് കിട്ടും. നമുക്ക് വേറെ എവിടേക്കും പോവണ്ടല്ലോ. കണ്ടോ, പലതരത്തിലുണ്ട് കേട്ടോ. 3 തരമായിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടുണ്ട്, പിന്നെ വലുതായിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസിൽ. അങ്ങനെ 3 തരത്തിലാണ് കറിവേപ്പിൻ്റെ ഉള്ളത് കേട്ടോ. എത്ര പേരെ വീട്ടിലിങ്ങനെ കറിവേപ്പിൻ്റെ ഇങ്ങനെ ഉണ്ടാവാൻ കുറച്ച് പണിയാണ്, പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും. അപ്പം അമ്മ മുരിങ്ങയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, മുരിങ്ങ വാങ്ങിയിട്ട് ശരിയാക്കി കടുമ്പ് ഉണ്ടാക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ശരിയാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതമ്മ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇലയാണ് കേട്ടോ, അധികം മൂത്തതൊന്നുമല്ല. ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളത്. പക്ഷേ ഇത് നമ്മൾ വേവിക്കുമ്പോഴും അധികം നേരം നമ്മൾ വെക്കരുത്. അധികം നേരം വേവിക്കരുത്. അപ്പോൾ ഒരു കയ്പ്പ് വരും. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് 2 മിനിറ്റ് വേവിച്ചെടുക്കണം. പിന്നെ ഉള്ളത് നെല്ലിമരം കേട്ടോ. നെല്ലി മരം മാത്രമേ ഉള്ളൂ. ഇതുവരെയായിട്ട് കായും പൂവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രസമാണ് കേട്ടോ. നെല്ലിമരം എത്ര വെട്ടിയാലും പിന്നെ പോവും. ഇത് 10 മണി ചെടി ആയിരുന്നേ. അപ്പോൾ ഇതാ മുരിങ്ങ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നുമില്ല കേട്ടോ, ഒരു പുഴുവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശരിയാക്കി എടുക്കട്ടെ കേട്ടോ. അതിന് നാരും ഇലയൊന്ന് സെപ്പറേറ്റ് ആക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്താ പറയുക, താളിക്കലാണ് ഏറ്റവും കൂടുതൽ രസം. കാരണം നമ്മുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യും. നമ്മുടെ ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ വരും. പിന്നെ അതാ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ചീരുള്ളി വേണം, വെളുത്തുള്ളി വേണോ, ഏത് ഉള്ളി വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് ഇട്ടെടുക്കാം. ഞാൻ ഇവിടെ വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കാം. കഞ്ഞിവെള്ളം നല്ല കുറുകിയ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. എന്നല്ല നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. തോനെ ഒഴിക്കണില്ല കേട്ടോ. തോനെന്നല്ല, ഒരുപാട് ഒഴിക്കണില്ല, കുറച്ച് ഒഴിക്കണുള്ളൂ. എന്നാലേ നമുക്ക് കുറച്ച് മതി, അധികമൊന്നും വേണ്ട. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ള് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. അടിച്ച് വെച്ച് വേവിക്കരുത്. അടിച്ച് വെച്ച് വേവിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. 2 മിനിറ്റ് ഒന്ന് തുറന്ന് വേവിക്കണം. ഇമ്മാൻ്റെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതും പിന്നെ നമുക്ക് വേണ്ടത് കൂട്ടാനായിട്ട് നമുക്ക് മീനെടുക്കാം. നല്ല കോമ്പിനേഷനാണ് അല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു. ബൈ.